നിക്കടിയോടെ. என் பேரு வளர்மதி. எங்க ஊரு சேலம், കാവേരി ആസ്പത്രി പക്കം. സേലത്താ? പിന്നെ നീ എന്തിനാണ് സേലം ബസ്സിൽ ഒരു അങ്കമാലിക്ക് പറഞ്ഞേ? അത് വന്ന് പറയടി. നീ ആരെ പറ്റിക്കാനാടി പറുത്തിട്ടിട്ട് 3-4 സംഘട്ടിട്ട് കിടന്ന് കറങ്ങിയത്? ஐயோ இல்ல சார், யாரையும் ஏமாத்துறதுக்காக நான் எதுவும் பண்ணல சார். பயம். ஊருக்கு போக முடியாது. பெரிய வீட்டில் வாழ்ந்தவனா லவ் மேரேஜ் பண்ணி அங்கே ரொம்ப ஜாதி கலவரம் ஆயிடுச்சு. அதுக்கப்புறம் தான் சார் உசுறு வாழறதுக்காக நான் இங்கே வந்தேன். കരയാതെ മര്യാദക്ക് നിന്റെ നാട്ടിലെ അഡ്രസ് പറയടി. குப்புராஜ் ஹவுஸ், ராமசாமி நகர், சீலநாயக்கம்பட்டி. எதுக்காக அந்த ஆளை கொலை பண்ண? ஐயோ, அந்த ஆளை நான் கொலை பண்ணல சார். பீனு சார் ரொம்ப நல்லவர். வேலைக்காரிட்டு கூட பார்க்காம என்ன நல்லா பார்த்துக்கிட்டாரு. எங்களுக்குள்ள வேற மாதிரி ஒரு இது இருந்துச்சு. எந்த மாதிரி ஒரு இது பரடி? அது வந்து ചോദിച്ചിട്ട് മറുപടി. அப்போ நீயல்ல வேற யாரு? அது உனக்கு தெரியாதா? சார் அது எது? என் புருஷன் தான் சார் செஞ்சிருக்கணும். அவன் கண்டிப்பா என்னையும் கொலை பண்ணிடுவான். அதனால தான் சார் நான் தப்பிக்க பார்த்தேன். நீயும் சியையும் തമ്മിലുള്ള ഇടപാട് ആൾക്കറിയോ? நான் சிஏ சாரோட வீட்டில் ரொம்ப வசதியாக வாழ்ந்துட்டு இருந்தேன். அந்த ஆளுக்கு அது பிடிக்கல. அவன் ரொம்ப மோசமானவன். அவன் என்ன வேணாலும் பண்ணுவான். என்னையும் பினு சாரையும் கொல்றதுக்காக தான் அவன் ஜெயில இருந்தே வந்தான். இது அவனோட கத்தி. பினு சார் ரூம்ல கீழே கிடந்தது. அப்ப புரிஞ்சுக்கிட்டேன் ഇത് അവൻ தான் பண்ணிருக்கணும்னு. ഈ കാര്യം കോടതിയിൽ പറയാൻ തയ്യാറാണോ? എങ്ക വേണാലും சொல்றேன் சார். യെസ്, ആളിത് തന്നെ. ആ മുറിയിൽ ഒരിടത്തും ടച്ച് ചെയ്യാതിരിക്കാൻ അയാൾ ബോധപൂർവം ട്രൈ ചെയ്തിട്ടുണ്ട്. അറിയാതെ വീണുപോയ ഈ അടയാളം ഒഴിച്ച്. ബട്ട് ആ വുഡ്ലാൻഡ് ഷൂ അത് ഇയാളിടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. അതെ, അയാളെ അറിയോ? ഇല്ല. എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായാലും വിളിക്കാം. പോലീസുകാരെ കുറിച്ച് താൻ എന്താണ് വിചാരിച്ചേ? എന്താടോ ഇയാളെനിക്ക് കൈക്കൂലി തരുന്നു സാറേ? ഇല്ല സാർ. അയാള് സന്തോഷത്തോടുകൂടി തരാണെങ്കിൽ വാങ്ങടോ. അല്ല, എന്താ കേസ്? അത് പിന്നെ സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 10,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചെന്ന്. ഊബറുകാരെ വിളിച്ചു വെച്ചില്ലേ? അവർക്ക് അറിയില്ലെന്നാ പറയുന്നത്. സാറേ, അവനോടൊക്കെ മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല സാറേ. പിടിച്ച് 4 പിട പടയ്ക്കണം, എന്നാലേ സത്യം പറയൂ. താൻ പറയുമ്പോ കയറടിക്കാൻ പോലീസുകാരെന്താടോ? ഗുണ്ടകളോ? എന്തായിരുന്നു മരുന്ന്? എന്തായിരുന്നടോ മരുന്ന്? വയാഗ്ര സാറേ. അത് ഒറിജിനൽ സാധനമായിരുന്നു. അതുകൊണ്ട് അയാൾ ബാഗ് തിരിച്ചു തരാത്ത. താൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. അല്ല, ഇത് വേണ്ടല്ലോ അല്ലേ സാർ? ഹലോ, ഐ ആം നിഖിൽ. സാറേ, നമുക്ക് മെയിനായിട്ട് റെൻ്റേക്കാറിൻ്റെ ബിസിനസ്സാണ്. പിന്നെ ഈ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ചാവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യേ നമുക്കൊരാറ്റം പണി തന്നിട്ടാണ് പോയത്. അന്നാ പിള്ളേരെ പിടിച്ചതേ പ്യുവർ കൊക്കൈനാ.
എന്നിട്ട് അത് മാറ്റിയിട്ടാണ് തൊണ്ടിയായിട്ട് എവിടുന്നോ കൊണ്ടുവന്ന കുറേ കഞ്ചാവ് കാണിച്ചത്. എന്നിട്ട് ഇമ്മളേന്ന് പിടിച്ച സാധനം ഇമ്മക്ക് തന്നെ ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ നോക്കി. ക്രൂരതയല്ലേ സാറേ ഇത്? സാറ് നോക്കണ്ട. ഉണ്ണിത്താൻ സാറ് പറഞ്ഞോണ്ടാ ഞാനൊരു ജെന്റിൽമാൻ സ്റ്റീലായിട്ട് ഇതിവിടെ വന്ന സാറിനോട് തുറന്നു പറഞ്ഞത്. പോയത് പോയി. ഇനിയിപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ തട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മളേ പ്യുവർ ബിസിനസിൻ്റെ ആൾക്കാർ. എന്നാ ശരി സാറേ, നമ്മൾ തിരക്കാണ്. ഒരു കാർ അവിടെ ഒരു ജെന്റിൽമാൻ ഡീല് ഇവനൊക്കെ പിടിച്ചിട്ട് ലോകവിലായിട്ട് 2 ഇടിയിടിക്കണം. ഓ അതായിപ്പം തനിക്കറിയേണ്ട കാര്യം ഇവിടെ വെച്ചായതുകൊണ്ട് അറിഞ്ഞു ഇല്ലേ? കോടതിയും വക്കീലും മുൻകൂർ ജാമ്യമായിട്ട് 10-15 ദിവസം അങ്ങ് പോയി കിട്ടിയത്. തന്നെപ്പോലുള്ള കേമം പോലീസുകാരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെപ്പോലുള്ള കുറച്ച് ഉണ്ണാക്കന്മാർ കാലങ്ങളായി ഈ ബാഡ് കോപ്പ് വേഷം കെടുത്തോണ്ടാ ഇത്തരം കുഴപ്പക്കാരോട്ട് പോലീസിന് ഒരു പാലോടാൻ പറ്റുന്നത്. അല്ലാതെ ഓവർ പബ്ലിസിറ്റിയും മീഡിയ അറ്റൻഷനും ഒഴിവാക്കാൻ വേണ്ടിയാ ഈ കേസ് അന്വേഷിക്കുമ്പോൾ യൂണിഫോം പോലും പാടില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി താൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ? മരിച്ച ബിനുവിന്റെ കൊള്ളരുതായ്മകൾ ഓരോന്നായി പുറത്തിട്ടുകൊണ്ടിരിക്കുക അല്ലേ? എടോ, ഞാൻ അയാളുടെ സുപ്പീരിയർ ഓഫീസറായിരുന്നു. ഇതെന്നെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സാർ അത് ഡിപ്പാർട്ട്മെന്റ്. താനിങ്ങനെ കാടടച്ച് വെടിവെക്കാതെ ഇമ്മീഡിയറ്റ്ലി ആ തമിഴനെ ആറൂര് പക്കണം. എടോ, അന്ന് അയാൾ അവിടെ കയറി എന്നതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാനുള്ള മതിയായ മോട്ടീവ് ആറൂനുണ്ട്. അയാളുടെ വൈഫ് തന്നെ കോടതിയിൽ വിറ്റ്നസ് പറയും. പിന്നെന്താ? അവനെ ചാർജ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലീനായി കേസ് ക്ലോസ് ചെയ്യണം. കേട്ടല്ലോ? ഇവിടെ എന്താ സംഭവം? സാർ, ഇത് നമ്മുടെ ബിനു സാറിന്റെ വൈഫാ, ലിൻസി മാഡം. കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വയനാട്ടിൽ നിന്ന് വന്നാ. എൻ്റെ റൂമിലിട്ടൊന്നും ഞാൻ പറയാം. മാഡം പ്ലീസ്. ഇറങ്ങാൻ നീ പൊക്കോ. ഇല്ല സാറേ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ കാണണം. വിളിക്കുമ്പോൾ ഒന്നോളണം. പൊക്കോ. யாரு? പിടിക്കുന്ന